വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇൻഡക്ഷൻ മീറ്റിംഗ് ഇന്നലെ ഫിനിഷ് ചെയ്തു. സോ കുട്ടികൾക്ക് മെസ്സേജ് വന്നപ്പോൾ 2 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്പർ 1, ഇൻഡക്ഷൻ മീറ്റിംഗ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ 4 ഇയർ UG പ്രോഗ്രാം ആണല്ലോ, അതുകൊണ്ട് തന്നെ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് പറയും. പിന്നെ എപ്പോഴും യൂണിവേഴ്സിറ്റി ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും, ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. ദെൻ അതിനുശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്റ്റഡി മെറ്റീരിയൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരിക്കും. ഇതൊക്കെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇന്നലെ ഇൻഡക്ഷൻ മീറ്റിങ്ങിന് ശേഷം അവിടെ ആകൂടി സംഭവിച്ചത് 2 കാര്യങ്ങളാണ്. മീറ്റിംഗ് നടന്നു, അതിൽ 4 ഇയർ UG പ്രോഗ്രാമിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു കാലത്ത് മുതൽ ഉച്ചവരെയൊക്കെ. ദെൻ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചൊരു കാര്യം നടക്കാണ്ട് പോയത്, ഇതിൽ നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ ലഭിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് കുട്ടികളൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. ബട്ട് സ്റ്റഡി മെറ്റീരിയൽ ലഭിച്ചില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വിഷമകരമായിട്ടുള്ളൊരു കാര്യം. അവർ അതിന് വേണ്ടിയിട്ട് വേറൊരു ദിവസം ആയിരിക്കും അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റഡി മെറ്റീരിയൽ പ്രിൻ്റ് അടിച്ച് കഴിയാത്തതാണോ എന്തൊക്കെയാണ് അതിൻ്റെ ആക്ച്വൽ ഇഷ്യൂ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. യൂണിവേഴ്സിറ്റി പുതിയതായിട്ടാണല്ലോ സിലബസ് വന്നിട്ടുള്ളത്, പിന്നെ യൂണിവേഴ്സിറ്റി ആണെങ്കിലും പുതിയതാണ്. സോ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും വളരെ സ്ലോവിലാണ് നടക്കുന്നത്. സ്റ്റഡി മെറ്റീരിയൽ ലഭിച്ചാൽ മാത്രമേ കുട്ടികൾക്ക് പഠനം ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ UG പ്രോഗ്രാമിനെ പറ്റിയുള്ള ഒരു കോമൺ കാര്യങ്ങൾ ഇൻഡക്ഷൻ മീറ്റിങ്ങിൽ അതാണ് മെയിനായിട്ട് കൺവേ ചെയ്തിട്ടുള്ളത്. ഇത് മാത്രമാണ് ഇതുവരെയായിട്ട് നടന്നിട്ടുള്ളത്. ഇനി 29-ാം തീയതി PGയുടെ നടക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റഡി മെറ്റീരിയൽ എപ്പോൾ കിട്ടുമെന്ന് കുട്ടികൾ വീണ്ടും ചോദിക്കുന്നുണ്ട്. അത് പിന്നെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ആപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അതിലൂടെ ലഭിക്കുമോ എന്നുള്ളത് നോക്കിയപ്പോൾ ചില പേപ്പേഴ്സ് മാത്രമാണ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. അതാണെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും ഇല്ല. അപ്പോൾ അത് വളരെ ഒരു വിഷമകരമായുള്ളൊരു കാര്യം തന്നെയാണ്, സ്റ്റഡി മെറ്റീരിയൽ ഇപ്പോഴും ലഭിക്കാത്തത്. ഓക്കെ, അപ്പോൾ എന്നാലും നമ്മുടെ സ്ഥാപനം ഓൺലൈനായിട്ട് കോച്ചിങ് ആരംഭിക്കുകയാണ്. ഈ ആഴ്ച തന്നെ നമ്മൾ ക്ലാസ്സസ് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു. BCom BBA MCom ഇത് 3ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. MCom ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ സ്റ്റഡി മെറ്റീരിയലൊക്കെ നമ്മുടെ അവൈലബിൾ ആണ്. BCom BBAയുടെയാണ് പുതിയ സിലബസ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്കായി ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. എല്ലാ സെമസ്റ്ററിലെയും എല്ലാ പേപ്പേഴ്സിനും കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു സെമസ്റ്ററിൽ ഡിഗ്രിക്ക് 4 പേപ്പേഴ്സാണ് വരുന്നത്. സബ്ജക്റ്റ് വൈസ് ക്ലാസ്സസ് ആക്സസ് ചെയ്യാനും സാധിക്കും. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. ഓക്കെ, ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻഡക്ഷൻ മീറ്റിങ്ങിന് പല കുട്ടികൾക്കും അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്തവരുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ സ്റ്റഡി മെറ്റീരിയലിന് വേണ്ടിയിട്ട് ഇനി എന്ന് പോകണം എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സ്റ്റഡി മെറ്റീരിയലൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും സെൻറ്ററിൽ കോൺടാക്ട് ചെയ്യുക. ഇൻഡക്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഇനി സ്റ്റഡി മെറ്റീരിയൽ എപ്പോഴായിരിക്കും എന്നുള്ളത് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് സ്റ്റഡി മെറ്റീരിയലിന് വേണ്ടിയിട്ട് പോയ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള റിപ്ലൈ. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. പിന്നെ എല്ലാവരുടെ അടുത്തും പറയാനുള്ളത്, പഠനം എത്രയും പെട്ടെന്ന് തന്നെ ആരംഭിക്കുക. നമ്മുടെ കയ്യിൽ ഉള്ള ഡീറ്റെയിൽസ് ഉണ്ട്, സിലബസും കാര്യങ്ങളൊക്കെ. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ക്ലാസ്സസ് ആരംഭിക്കുകയാണ്. ബിക്കോസ് എക്സാം ഒക്കെ ഒരു പ്രോപ്പറായിട്ട് നടത്തും. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. Have a nice day. Thank you.